ക്ഷീണം തോന്നിയിട്ടുണ്ടോ? ഒരുപാട് ജോലി ചെയ്തത് കൊണ്ടിട്ടല്ല. നമ്മളായിരിക്കുന്ന ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ വല്ലാത്തൊരു ക്ഷീണം. സംസാരിക്കാനും പ്രശ്നങ്ങൾ ഫിക്സ് ചെയ്യാനും കെയർ കൊടുക്കാനും അവരെ കാണുന്നതിനും അവരെ കേൾക്കുന്നതിനും മനസ്സിലാക്കുന്നതിൻ്റെയും ഒക്കെ ബാധ്യത നിങ്ങൾക്ക് മാത്രമാണ് എന്നുള്ളൊരവസ്ഥ. ഇതൊരു സ്ഥിരമായിട്ടുള്ള വൈകാരിക അധ്വാനം ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ പറയുന്നൊരു പേരാണ് റിലേഷൻഷിപ്പ് ബേൺ ഔട്ട്. സൈക്കോളജി പറയുന്നത് ബേൺ ഔട്ട് ജോലി സ്ഥലത്ത് മാത്രമല്ല സംഭവിക്കുന്നത്, റിലേഷൻഷിപ്പിലും ഇത് വരാം. ഇത് സംഭവിക്കുന്നത് നമ്മളുടെയൊക്കെ വൈകാരിക സിസ്റ്റം അമിതമായി ജോലി ചെയ്യുമ്പോൾ, എന്നാൽ നമ്മളെ കാണേണ്ട ഒരു വ്യക്തി കാണപ്പെടാതെ പോകുമ്പോഴാണ്. നമ്മളൊക്കെ കൊടുക്കുകയും വീണ്ടും വീണ്ടും അവർക്ക് വേണ്ടിയിട്ട് മാത്രം എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ എംപ്റ്റി ആവുന്നൊരവസ്ഥയുണ്ട്. പക്ഷെ നമ്മളുടെ മനസ്സ് ഒരിക്കലും റീചാർജ് ആവുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ കപ്പ് ഫില്ലാവുന്നില്ല. നമുക്കുള്ളത് മുഴുവനും ഇങ്ങനെ കൊടുത്ത് നമുക്ക് ഉള്ളതെല്ലാം വറ്റി നമ്മൾ സീറോ ആകുന്നൊരവസ്ഥയുണ്ട്. താഴെ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ, നിങ്ങളും ഒരുപക്ഷെ ഒരു റിലേഷൻഷിപ്പ് ബേൺ ഔട്ടിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാകാം. ഒന്ന്, ചെറിയ സംഭാഷണങ്ങൾ പോലും നിങ്ങൾക്കൊരു വൈകാരികമായിട്ടുള്ള വല്ലാത്തൊരു ക്ഷീണം കൊണ്ടുവരുന്നൊരവസ്ഥ. രണ്ട്, നിങ്ങൾക്ക് എനർജി ഇല്ലാത്തത് കൊണ്ടിട്ട് ടെക്സ്റ്റുകളോ കോളുകളോ ഒഴിവാക്കുന്നൊരവസ്ഥ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പോലും ചെയ്യാതെ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആളുകളെ മീറ്റ് ചെയ്യുന്നത് പോലും ഒഴിവാക്കി നിങ്ങൾ വെറുതെ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നൊരവസ്ഥ. നിങ്ങളെല്ലാം ശരിയായി ചെയ്യുന്നുണ്ടെങ്കിലും അംഗീകരിക്കപ്പെടുന്നില്ല, അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങളുടെ പാർട്ട്ണർ എപ്പോഴും നിങ്ങൾ അവഗണിക്കുന്നു എന്നുള്ളൊരു തോന്നൽ. നിങ്ങൾക്ക് സ്പേസ് ഒറ്റയ്ക്കിരിക്കാൻ ആവശ്യമായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു സമയം എടുക്കണം, നിങ്ങളുടെ സിസ്റ്റം ശരിയല്ല, നിങ്ങളുടെ ബോഡിക്കും മൈൻഡിനും വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ പോലും അതെടുക്കാനായിട്ട്, ആ സ്പേസ് എടുക്കാനായിട്ട് നിങ്ങൾക്കുള്ളിൻ്റെ ഉള്ളിൽ തന്നെ വല്ലാതൊരു കുറ്റബോധം തോന്നുന്നൊരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആ ഒരു ഗിൽറ്റ് ട്രിപ്പിംഗ് നിങ്ങൾക്ക് തരുന്നൊരവസ്ഥ. നിങ്ങൾ സന്തോഷം പ്രതീക്ഷിക്കുന്നത് നിർത്തി, ഇനി എൻ്റെ റിലേഷൻഷിപ്പിൽ സന്തോഷം മാത്രം വേണ്ട, എനിക്കൊന്നും കിട്ടിയില്ലേലും കുഴപ്പമില്ല, പകരം സമാധാനം മാത്രം മതി. അദ്ദേഹം എന്നോട് സംസാരിച്ചില്ലേലും കുഴപ്പമില്ല, പക്ഷെ അവൾ എന്നോട് സംസാരിച്ചില്ലേലും കുഴപ്പമില്ല, അവളെനിക്ക് ഭക്ഷണം തന്നില്ലെങ്കിൽ അവൻ എനിക്ക് ഭക്ഷണം തന്നില്ലേലും കുഴപ്പമില്ല, എനിക്ക് സമാധാനം മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്നൊരവസ്ഥ. ഇതിനർത്ഥം നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്നുള്ളതല്ല. നമ്മുടെ ഒരു മനസ്സ് ഒരു ബാലൻസ് ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ കൊടുക്കുന്ന അത്രയും സ്നേഹവും വിശ്രമവും ശ്വാസമെടുക്കാനും നിങ്ങളെ കേൾക്കാനും മനസ്സിലാക്കാനും മനസ്സിലാക്കപ്പെടാനും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ ആരെങ്കിലുമൊക്കെ വേണം. ഇതാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ നിങ്ങളൊന്ന് സ്ലോ ഡൗൺ ചെയ്ത് നമ്മളൊക്കെ തന്നെ